ഗൈസ്, എലിസ ക്രിയേഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ റൂമിനുള്ളിലൊക്കെ നല്ലൊരു സുഗന്ധം നൽകാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു എയർ ഫ്രഷ്നർ ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കുമേ. ഏതായാലും ഫുള്ളായിട്ട് കാണണം കേട്ടോ, കംപ്ലീറ്റ് ആയിട്ട് കാണണേ. നമുക്ക് ഏതായാലും കണ്ടിട്ട് വരാം. ഇതിനായിട്ട് നമുക്കൊരു ടിന്ന് എടുത്തിട്ടുണ്ടേ. ടിന്നെന്ന് പറഞ്ഞാൽ മൂടിയൊക്കെ ഉള്ള ടിന്ന് തന്നെ വേണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്ലെയിൻ ആയിട്ടുള്ളൊരു ടിന്നാണ്. ഇനി ഇതിൻ്റെ സൈഡിൽ മുഴുവൻ എന്തെങ്കിലും ഒരു ഡിസൈൻ കട്ട് ചെയ്തെടുക്കണം. അപ്പം സ്റ്റാറോ റൗണ്ടോ എന്തെങ്കിലും ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പം നമ്മൾക്കിപ്പോൾ ചെയ്യാൻ പോകുന്ന ഇല വരക്കാം കേട്ടോ. ഇലയാണ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്, ഇങ്ങനെ വരച്ച്. ഇപ്പോൾ നമ്മളിങ്ങനെ കത്തി ചൂടാക്കി എടുത്തിട്ട് പഴുപ്പിച്ചെടുത്തിട്ടാണ് കേട്ടോ ഇത് കംപ്ലീറ്റ് ഇങ്ങനെ ഹോളൊക്കെ ഇട്ട് ചെറിയ പൂ പോലെ ഇല പോലെയൊക്കെ ആക്കി വെച്ചിരിക്കുവാണേ. ഇനി നമ്മൾ ഈ മൂടി മാറ്റിയിട്ട് ഇതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് കളറിലെ പെയിന്റ് അടിക്കാൻ പോവാണ് കേട്ടോ. ഇത് നമ്മൾ ബ്ലാക്ക് പെയിന്റ് കംപ്ലീറ്റ് ആയിട്ട് അടിച്ചു കഴിഞ്ഞേട്ടാ. ഇനി സെൻറ്ററിലായിട്ട് ഈ ഹോൾഡർ ഒന്ന് പിടിപ്പിക്കണേ. നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു ഹോൾ ഇട്ടിട്ട് നെറ്റും ബോൾട്ട് വെച്ച് പിടിപ്പിക്കാൻ പോവാണ് കേട്ടോ. ഇത് നമ്മളിപ്പോൾ ഹോൾഡറിൽ കേബിൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുവാണേ. ഇനി ഈ കേബിള് ഞാനിവിടെ ഒരു സൈഡിലൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. ആ ഹോളിലൂടെ ഇങ്ങനെ ഇടാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഹോൾഡർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബൾബും കൂടി അങ്ങ് വെച്ചേക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ മൂടിയിൽ ഈ പാത്രം, ചെറിയൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന രീതിയിലുള്ളൊരു പാത്രം. ഈ പാത്രം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാൻ പോവാണ്. ആ സൈസിൽ വരച്ചിട്ട് അതിനേക്കാൾ കുറച്ചും കൂടി ചെറിയ രീതിയിൽ ചെറുതാക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ കേട്ടോ. ഇപ്പം നമ്മുടെ ഈ മൂടിപ്പാത്രത്തിൻ്റെ ഈ ഹോൾ ഇട്ടിട്ടുണ്ട്. അതായത് ഈ പാത്രം ഇങ്ങനെ നിൽക്കുന്ന രീതിയിലാണ് ഹോൾ ഇട്ടേക്കണത്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പോവാണ്. സെറ്റ് ചെയ്തിട്ട് നമുക്ക് കണക്ട് ചെയ്ത് നോക്കണ്ടേ. ലൈറ്റ് തെളിഞ്ഞ് കഴിയുമ്പോൾ ഒരു നല്ല സുഗന്ധം വരും. അതെങ്ങനെയാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാവേ. ഇത് നമ്മൾ കണക്ട് ചെയ്ത് നോക്കുന്നതിന് മുൻപായിട്ടൊരു വൈറ്റ് ചാർട്ട് പേപ്പറാണ്, അതിങ്ങനെ വെച്ച് എടുക്കാൻ പോയി. അതായത് ലൈറ്റ് ഒന്ന് സ്പ്രെഡായി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതിങ്ങനെ സെൻറ്ററിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടേ. ഇനി നമുക്ക് അടച്ചു വയ്ക്കാം, ഇതുപോലെ തന്നെ, നേരത്തെ പോലെ തന്നെ. എന്നിട്ട് നമുക്കിനി സ്വിച്ച് ഇട്ട് നോക്കട്ടെ കേട്ടാ, ഇങ്ങനെ ഉണ്ടെന്ന്. ഇത് നോക്കിയേ, ശരിക്കുണ്ടല്ലോ, ഇത് നമ്മൾ ഇരുട്ടുള്ള റൂമിലാണ് വയ്ക്കണമെങ്കിൽ നല്ല എടുപ്പായിരിക്കും കേട്ടോ. ഇത് കാണാൻ തന്നെ ഭയങ്കര സെറ്റപ്പായിരിക്കും. ഇപ്പം നമ്മൾ പുറത്ത് നല്ല വെളിച്ചത്തിലായതുകൊണ്ട് അത്ര എഫക്റ്റ് വരണില്ല കേട്ടോ. ഏതായാലും ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പോണ പ്രവർത്തനം കണ്ടോയേ. ആദ്യം നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാൻ പോവാണ് കേട്ടോ. ഓക്കെ, വെള്ളം ഒഴിച്ച് ഇനി നമ്മളൊരു പെർഫ്യൂം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു പെർഫ്യൂമിൻ്റെ ബോട്ടിൽ, അതായത് ഇങ്ങനെ ലിക്വിഡ്, ഇങ്ങനെ ഒഴിക്കുന്ന ലിക്വിഡാണ് കേട്ടോ. ഇത് ലാവൻഡറിൻ്റെ ആണേ. ഇതൊരു 3-4 തുള്ളി ഇതിനകത്തേക്ക് കുടഞ്ഞു ഇടാൻ പോവുകയാണ് കേട്ടോ ഞാൻ. ഓക്കെ, ഇപ്പം സംഭവിക്കാൻ പോകണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ പാത്രം ഇപ്പോൾ ഒന്ന് ചൂടാകുമല്ലോ. അപ്പം ലൈറ്റ് ഇട്ടതേ ഉള്ളൂ, കുറച്ച് നേരം ഇരിക്കുമ്പോഴേ ആ ചൂടാകുള്ളൂ, ആ മണമൊക്കെ വരുള്ളൂ കേട്ടോ. ഇപ്പം നമ്മളിപ്പോൾ ഇത് ഓൺ ചെയ്ത് വെച്ചിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ശരിക്കും ഇങ്ങനെ ഒരു ലൈറ്റ് ആയിട്ടുള്ള സ്മെല്ല്, ഇങ്ങനെ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തൊക്കെ നിൽക്കുന്ന പോലെ ഒരു ഫീലിംഗ് വരുന്നുണ്ട് കേട്ടോ. ശരിക്കും ഇപ്പം നമ്മളിത് ഓൺ ചെയ്ത് വെച്ചിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും ഇപ്പോൾ തന്നെ ഒരു നല്ലൊരു ലൈറ്റ് സ്മെല്ല് നമ്മളുടെ ഇങ്ങനെ നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ലാവൻഡറിൻ്റെ വേപ്പറൈസർ ഓയിലാണ്. അപ്പോൾ ഇതല്ലെങ്കിൽ നമ്മുടെ പുൽത്തൈലമൊക്കെ ഒഴിച്ചാലും അതാണെങ്കിലും അതിൻ്റെ സ്മെല്ലൊക്കെ ഇഷ്ടമുള്ളവർക്ക് അതൊഴിക്കാം. അല്ല, ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ഏലക്കയൊക്കെ ഇടുവാണെങ്കിൽ തന്നെ അതിൻ്റെ ഒരു സ്മെല്ല് ലൈറ്റായിട്ട് നിൽക്കും കേട്ടോ. നമ്മുടെ വീടിനകത്ത് മുഴുവനായിട്ട് ഇങ്ങനെ ലൈറ്റായിട്ട് നിൽക്കും. ഇപ്പം നമ്മൾ സാധാരണ ഇപ്പോൾ പെർഫ്യൂമൊക്കെ നമ്മൾ അടിക്കുമല്ലേ, റൂം ഫ്രഷ്നറൊക്കെ അടിക്കാറുണ്ടല്ലോ ചിലരൊക്കെ. പക്ഷേ അതിൻ്റെയൊക്കെ സ്മെല്ലിങ് ഭയങ്കര ഡാർക്കായിട്ട് നിൽക്കും. കുറച്ച് നേരം കഴിയുമ്പോൾ അത് നിന്ന് പോവുകയും ചെയ്യും. പക്ഷേ ഈ ഒരു സംഭവമാണെങ്കിൽ നമ്മളിപ്പോൾ വീട്ടിൽ ഇത് ഓൺ ചെയ്ത് വെച്ച്, ഇപ്പോൾ ആരെങ്കിലും ഗസ്റ്റൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓൺ ചെയ്ത് വെച്ചിട്ട് കുറച്ച് വളരെ കുറച്ച് 2-3 തുള്ളി ലിക്വിഡ് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് ഈ ഒരു സ്മെല്ല് കുറേ നേരത്തേക്ക് നിൽക്കും കേട്ടോ. പിന്നെ കൂടാതെ ഇതിനകത്ത് വെള്ളം തീർന്നു പോകും. ആ സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക, പിന്നെ കുറച്ച് ഇത് 2-3 തുള്ളി ഇടുക. അപ്പോൾ നല്ല സൂപ്പറാണ് കേട്ടോ. ശരിക്കും ഇത് നല്ല പ്രയോജനപ്പെടും, നമുക്ക് എല്ലാവർക്കും വീടുകളിൽ പ്രയോജനപ്പെടുന്ന ഒരു ഐറ്റമാണ്. ആരെങ്കിലും വരുമ്പോഴൊക്കെ നല്ല സ്മെല്ല് നിൽക്കുവേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ശരിക്കും നല്ല യൂസ്ഫുള്ളാണ്, എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും.
അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടിരുന്നതിന് എല്ലാവർക്കും നന്ദി. ഇനി അടുത്തൊരു വെടിക്കെട്ട് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ എൽസ സൈനിങ് ഔട്ട്.